ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജംഷഡ്പൂർ എഫ്സിയെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ 2 ഗോളുകൾ നേടി, പിന്നീട് രണ്ടാം പകുതിയിൽ അത് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇന്നലത്തെ മത്സരം വീക്ഷിക്കാൻ ആരാധകർ കുറവായിരുന്നു. പക്ഷേ മത്സരശേഷം ആരാധകരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ അവർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ക്യാപ്ഷനായി കൊണ്ട് നൽകിയ കാര്യം ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് അതിൻ്റെ ക്യാപ്ഷൻ നൽകിയത് ഇങ്ങനെയാണ്: ഈ വിജയം ഞങ്ങളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചവരുടെ പിന്തുണയോടുകൂടി മാത്രം നേടിയത്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ക്യാപ്ഷൻ വരുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ബഹിഷ്കരിച്ച ആരാധകരെ അവിടെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ ഒന്ന് ചൊടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മത്സരം കാണാൻ വന്ന ആരാധകർക്ക് മാത്രമായി കൊണ്ടുള്ള ഒരു പ്രശംസയാണ് അത് വരുന്നത്. ബഹിഷ്കരിച്ച ആരാധകരെ ഒന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ ടീമിന്റെ ഹെഡ് അത് അഭിക് ചാറ്റർജിയുടെ സഹോദരനായ അയാൻ ചാറ്റർജിയാണ്. അദ്ദേഹത്തിന് സമീപകാലത്ത് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അതിനുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആരാധകർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും ഒരു ആരാധകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറേ വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാം ചിലവഴിച്ച ആരാധകരോടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്മിൻ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ഈഗോ കാണിക്കാനുള്ള സ്ഥലമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ. അഭിക് ചാറ്റർജി, നിന്റെ സഹോദരനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക്. ഇതാണ് ഒരു ആരാധകൻ എഴുതിയിട്ടുള്ളത്. ഇനി മറ്റൊരു ആരാധകന്റെ അഭിപ്രായം ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേജ് കൈകാര്യം ചെയ്യുന്നത് ആരായാലും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയ പേജ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐഡന്റിറ്റിയാണ്, അല്ലാതെ നിങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള പ്ലാറ്റ്ഫോം അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും അജണ്ടകളും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലാണ് പങ്കുവെക്കേണ്ടത്, അല്ലാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ അല്ല. ഇതാണ് ഒരു ആരാധകന്റെ അഭിപ്രായം. അതേസമയം മറ്റൊരു ആരാധകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ക്യാപ്ഷൻ തയ്യാറാക്കിയവരോടും അത് ആക്സെപ്റ്റ് ചെയ്തവരോടും കൂടി പറയുകയാണ്, ഇന്ന് അവിടെ വരാതിരുന്നവരുടെ കാര്യത്തിലും ക്ലബിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടാണ് അവർ വരാതിരുന്നത് എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. ഒരു വിജയം ബ്ലാസ്റ്റേഴ്സ് നേടുമ്പോഴെല്ലാം സ്ക്രീനിന് പിന്നിൽ ഇരുന്നു കൊണ്ട് ചിലർ കോർ ഫാൻസിനെ ചൊടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പണി നിങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യുക. ഇതാണ് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് എക്സിൽ കാണാൻ കഴിയും. അതായത് മീഡിയ ടീമിന്റെ ഹെഡായ അയാൻ ചാറ്റർജി ഓരോ മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമ്പോഴും ആരാധകരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ പരിഹസിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ആരാധകർ ഉയർത്തിയിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇത്രയും കാലം നിലകൊള്ളുന്ന ആരാധകരെ ചൊടിപ്പിക്കുന്ന ക്യാപ്ഷനുകൾ അത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടുകൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.